എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് കാത്തിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഇന്ന് മുതൽ വിതരണം ആരംഭിക്കും. 1050 കോടി രൂപയാണ് 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്ക് ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരം എന്ന് പറഞ്ഞാൽ 4 മണിക്ക് ശേഷം ബാങ്ക് അക്കൗണ്ടുകളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. 5 മണിക്ക് ശേഷമായിരിക്കും കൂടുതൽ ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്താനുള്ള സാധ്യത. അപ്പോൾ ഇന്ന് എത്താത്ത ആളുകൾക്ക് 24 മണിക്കൂറിനുള്ളിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആയി തുടങ്ങുന്നതാണ്. ദേശീയ പെൻഷൻ പദ്ധതി പ്രകാരം കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക്, അതായത് 300, 200, 500 എല്ലാം കുറവുള്ള ആളുകൾക്ക് ആ തുക കൂടി മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട് എങ്കിലും അതിൻ്റെ വിതരണത്തിന് 2, 3, 4 ദിവസത്തെ താമസം ഉണ്ടാകും. സാധാരണത്തെ പോലെ തന്നെയാണ്. അപ്പോൾ ആ ഒരു താമസം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും, അത് 8 ലക്ഷത്തോളം ആളുകൾക്കാണ് അത് ലഭിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും 2000 രൂപയാണ് ക്രെഡിറ്റ് ആകുക. 24.64 ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നത്. ബാക്കിയുള്ള ആളുകൾക്ക് കയ്യിലാണ് പെൻഷൻ ലഭിക്കുന്നത്. സർവീസ് സഹകരണ സംഘം ജീവനക്കാർ, ബാങ്ക് ജീവനക്കാർ വീടുകളിൽ പെൻഷൻ എത്തിച്ച് നൽകുന്ന രീതിയാണുള്ളത്. ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ മാസത്തെ പെൻഷനും ഉള്ളത്. അപ്പോൾ ഇന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് വിതരണം ചെയ്താൽ മിക്കവാറും വെള്ളിയാഴ്ച മുതലാണ് കയ്യിൽ വിതരണം ആരംഭിക്കുക. വെള്ളിയാഴ്ച മുതൽ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ടേ ഉണ്ടാകുകയുള്ളൂ. ട്രഷറിയിലേക്ക് പണം എത്തണം, ട്രഷറി മുഖാന്തരം സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് പണം എത്തണം. അതുപോലെ തന്നെ ലിസ്റ്റ് എത്തി, അത് ഒരു A4 ഷീറ്റിലാണ് ഒരു ലിസ്റ്റ്, ഒരു 6 ആളുടേതാണ്. ഇത് കട്ട് ചെയ്ത് അതിനോടൊപ്പം 2000 രൂപ കൂടി ചേർത്ത് വീടുകളിലെത്തി വിതരണം ചെയ്യുന്നതിനുള്ള ഒരു കാലതാമസം ഉണ്ടാകും. അപ്പോൾ വെള്ളിയാഴ്ച മുതൽ തന്നെ വിതരണം തുടങ്ങിയാൽ എല്ലാവർക്കും അന്ന് തന്നെ ലഭിച്ചോണം എന്നില്ല. മാർച്ച് 5-നുള്ളിൽ എല്ലാവർക്കും പെൻഷൻ വീടുകളിലും എത്തിച്ചേരുന്നതാണ്. ആ ഒരു രീതിയിലാണ് ഈ മാസത്തെ പെൻഷൻ വിതരണം ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി പെൻഷൻ വിതരണം ആരംഭിക്കും എന്നാണ് ധനമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഇന്ന് തുക ലഭിച്ചു കഴിഞ്ഞാൽ അത് താഴെ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ്, വിവാഹിതയല്ല അല്ലെങ്കിൽ പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് നൽകാൻ പറഞ്ഞിരുന്നു. അത് നൽകാത്തവർക്ക് പെൻഷൻ കിട്ടുമോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട്. പക്ഷേ അവർക്കൊന്നും പെൻഷൻ ഇപ്പോൾ മുടങ്ങില്ല. മാർച്ച് 31 വരെ ഇത് സമർപ്പിക്കാനുള്ള സമയമുണ്ട്. മാർച്ച് 31-ന് മുമ്പ് അത് സമർപ്പിച്ചിട്ടില്ല എങ്കിൽ ഏപ്രിൽ മാസം മുതൽ ഒരു പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നേരത്തെ അത് നൽകാൻ, അതായത് മാർച്ച് 31-ന് മുമ്പെങ്കിലും അത് നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തതുകൊണ്ടും ഇതുവരെ പെൻഷൻ മുടങ്ങിയിട്ടില്ല. അത് നൽകാനും സമയം ഉണ്ട്. അപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേണ്ടി 2026 ജൂൺ 30 വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. അതിനുള്ളിൽ അതും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് നിങ്ങളെ അറിയിക്കാനുള്ളത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം.